യാത്രാ സ്നേഹികളെ, ഞങ്ങളും നിങ്ങളോടൊപ്പം യാത്ര ഫോർ യുവിൻ്റെ ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. ഈ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ജീവിത അഭിലാഷം, അല്ലെങ്കിൽ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിച്ചതിൻ്റെ അത് നിങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ അത്രമേൽ സന്തോഷിക്കുന്ന ഒരു പോസ്റ്റാണിത്. നമ്മളെപ്പോഴും വണ്ടിയുടെ പെട്ടിപ്പുറത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ ഏറ്റവും മുമ്പിലെത്താൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ ആഗ്രഹിച്ചത് ഈ സീറ്റാണ്. ആ സീറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഡ്രൈവിങ്. അതെനിക്കൊരു പാഷനാണ്. റോഡിലൂടെ പോകുന്ന വലിയ വാഹനങ്ങളിൽ ഞാൻ എപ്പോഴും നോക്കിയിരുന്നു. ഓപ്പോസിറ്റ് 2 വീലറിൽ വരുമ്പോൾ അല്ലെ 4 വീലറിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും നോക്കിയിരുന്നു, ആരാധനയോടെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ഒരുപാട് പേരതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ കാണുന്നവർക്കല്ലേ, എന്നെ പറയുന്നത് ഞാൻ നോക്കുന്നത് കാണുന്നവർക്കറിയാം, ഒരിക്കലും ഞാൻ അവരെയല്ല നോക്കുന്നത്, ആ സീറ്റിലേക്കാണ് നോക്കുന്നതെന്ന്. ഇത് തൊടുപുഴ ആനക്കയം റൂട്ടിൽ ഓടുന്ന മച്ചാൻസ് എന്ന് പറയുന്ന ബസ്സാണ്. അതിൻ്റെ സാരഥി ജിബിന്, പിന്നെ കണ്ടക്ടർ പയ്യന്, പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ഇതിൻ്റെ ഓണറായിട്ടുള്ള മച്ചാൻ സലീം എന്ന് പറയുന്ന ചേട്ടനോട് എനിക്ക് ഒരുപാട് സന്തോഷവും പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളത്, റൂട്ട് ബസ് ഓടിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്താണെന്ന് അറിയില്ല, അത്രമേൽ എൻ്റെ ഞരമ്പിലൊഴുകുന്ന ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യം, എനിക്കൊരു റൂട്ട് ബസ് ഓടിക്കണം എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു തന്ന ചേട്ടനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ബസ്സുകാരോട് എനിക്ക് ഒരു ബസ് ഓടിക്കാനുള്ള അവസരം, ഒരു ചാലെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, ഒരു 2 കിലോമീറ്റർ തിരക്കില്ലാത്ത സമയത്ത് ഒന്ന് ഓടിക്കാനുള്ളൊരു അവസരം എനിക്ക് തരാമോ, അങ്ങനെ സാധിക്കുമോയെന്ന് എന്നാ പറയുന്നത്, ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ചോദിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് ഓടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല, റൂട്ട് ബസ് ഓടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല, നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ള മറുപടി. ശരിയായിരിക്കാം, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഓടുന്ന വണ്ടികളാണ് എല്ലാം, നമുക്ക് ഒപ്പം ഓടിപ്പിടിക്കാനാവില്ല. പക്ഷെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും എല്ലാവരും എക്സ്പേർട്ടായ ഡ്രൈവറായിട്ടല്ല ഫീൽഡിലേക്ക് വരുന്നത്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ അവസരം തന്നിട്ടാണ് അവരും നല്ല ഡ്രൈവറായത്. പക്ഷെ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാൻ ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്നു. 2016 ഹെവി ലൈസൻസ് എടുത്തിട്ട് ഈ 2024 ഞാൻ ആഗ്രഹിച്ച ഈ സീറ്റിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം എത്ര തീവ്രമായ ആഗ്രഹമായിരുന്നു, അതിലേക്ക് എത്തിപ്പെടാൻ ഞാൻ എത്ര നാൾ കാത്തിരുന്നു എന്ന്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷത്തിനുപരി അങ്ങേയറ്റം അതിൻ്റെ സങ്കടം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്താ പറയുക, വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ പോരെ, എനിക്ക് എന്നാ വണ്ടി ഓടിക്കണ്ടേ, എന്നാൽ പോരെ, നമുക്ക് വണ്ടി ഓടിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ എന്നിലുള്ള ആ ചേട്ടൻ്റെ വിശ്വാസം, ഞാനിതുവരെ എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്നാ അത് എടുത്തത്, അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചൊന്നും ആ ചേട്ടൻ എന്നോട് ചോദിച്ചില്ല. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും അവരാണെങ്കിൽ പോലും ഒരു മടിയോ ഒരു പേടിയോ ഒന്നും ഇല്ലാതെ എന്നെ ആദ്യമായിട്ട് കാണുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഇങ്ങനെ ഒരാൾ വരും എന്ന് പറഞ്ഞു. അവരെന്നെ കാത്തിരുന്നു. 3:40 ആകുമ്പോൾ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. 3:39 എനിക്ക് കോള് വന്നു, എന്തേ സ്റ്റാൻഡിൽ എത്താത്തതെന്ന് ചോദിച്ച്. അങ്ങനെ വന്നു, ബസ്സിൽ കയറി, എന്താ പറയുന്നത്, പെട്ടിപ്പുറത്തിരുന്ന് ഞാൻ യാത്ര തുടങ്ങി, ഡ്രൈവിംഗ് സീറ്റിലെത്തി. എന്താണേലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ ചോദിച്ച അവർക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കില്ല, പക്ഷെ എല്ലാവർക്കും സമയവും അങ്ങനെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, വലിയ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ് ഓടിച്ചിട്ടുണ്ട്, റൂട്ട് ബസ് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ആളെ വെച്ച് റൂട്ടിൽ ഓടിച്ചിട്ടില്ല എന്ന് മാത്രം. ക്യാപ്റ്റൻ ബസ്സിൻ്റെ ഇതേ ഹോട്ട് സീറ്റിലിരുന്ന് ഞാൻ അവരുടെ P6 വണ്ടി വന്നത് വരെ ഓടിച്ചു. ഞാൻ ആ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ മുതലാളിയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു കേട്ടോ. നമ്മൾ റൂട്ടിലല്ല, അല്ലാതെ വണ്ടി ടെസ്റ്റിന് വന്ന സമയത്തും ഒക്കെ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് പക്ഷേ എനിക്കെന്തോ ടെൻഷനായിരുന്നു വണ്ടി ഓടിക്കാൻ. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് കൂൾ മൈൻഡോട് കൂടിയിട്ടാണ്.
എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ പിന്നെ എടുത്തു പറയേണ്ട ഇതാണ് ഈ ബസ്സിലെ യാത്രക്കാർ. അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എന്നോട് സഹകരിച്ച് പറ്റില്ല, മാറി ഓടിക്കാൻ പറ്റില്ല, അല്ലേ അങ്ങനെ ഒരു പെണ്ണിനെ ഓടിക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്നൊരു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ എനിക്കത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവരും എന്നോട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് അങ്ങേയറ്റം കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഈ മച്ചാൻസ് ബസ്സിൻ്റെ ഓണർ സലീം. ആ ചേട്ടനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നത് എത്രമേൽ ആത്മാർത്ഥമായിട്ടാണോ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് സാധിച്ചു കിട്ടും. ദൈവം നമുക്ക് സാധിച്ചു തരും. അതിനുള്ള തെളിവാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഈ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയണം കേട്ടോ, ഞങ്ങളുടെ കൂടെയുള്ള ക്രൂ മെമ്പർ, എൻ്റെ ലൈഫ് പാർട്ട്ണർ ചേട്ടായിയോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഇതുപോലെ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്യണമെന്ന് പറയുമ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കുന്നേ, നമുക്ക് സാധിച്ചാലോ, ആർക്കെങ്കിലും നമുക്കത് സാധിച്ചു തരാൻ കഴിഞ്ഞാലോ. അപ്പം എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.